ചെമ്മാശൻ പകച്ചു നിൽക്കെ ആ ഭീകരരൂപം പിന്നിൽ നിന്നും അദ്ദേഹത്തെ ഉയർത്തിയെടുത്ത് ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അതിവേഗത്തിൽ ചെമ്മാശനെയും കൊണ്ട് ആ ഭീകരരൂപി ഗുഹയ്ക്കുള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ജീവിതം അവസാനിക്കാറായിരിക്കുന്നു. അദ്ദേഹം കണ്ണുകൾ മുറുകെ അടച്ചു. കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്നു നോക്കിയ അദ്ദേഹം ചുറ്റും പകൽ പോലെ വിളക്കുകൾ കൊളുത്തി വെച്ചിരിക്കുന്നത് കണ്ടു. ഭീകരരൂപി ഷമ്മാശനെ വിശാലമായ ആ സ്ഥലത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുചെന്നിട്ടു. ഉയർന്ന പീഠത്തിൽ ഉഗ്രരൂപിയായ ഒരാൾ ഇരിക്കുന്നത് കണ്ട് ഷമ്മാശൻ ഭയന്ന് ചാടി എഴുന്നേറ്റ് പിന്നിലേക്ക് മാറി. പീഠത്തിലിരിക്കുന്ന ഉഗ്രരൂപിയുടെ അടുത്തേക്ക് ചെന്ന് ഷമ്മാശനെ കൊണ്ടുപോയ ആ ഭീകരരൂപം എന്തോ സ്വകാര്യമായി മന്ത്രിച്ചു. അതിനുശേഷം ആ രൂപം അവിടെ മുട്ടുകുത്തിയിരുന്നു. പീഠത്തിലിരുന്ന ഉഗ്രരൂപി ഷമ്മാശനെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ ഇരിപ്പും ചുറ്റും കൂടി നിന്നവരുടെ രൂപവും കൂടി കണ്ടതോടെ ഷമ്മാശൻ ഭയം കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. തളർന്നുപോയ ഷമ്മാശൻ ഒരു ജീവച്ഛവം പോലെ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ ദൈവത്തെ വിളിച്ചു. ആ ബലത്തിൽ അദ്ദേഹം തറയിൽ വീഴാതെ നിന്നു. നാവനക്കാൻ കഴിയുന്നില്ല. താൻ മരിക്കാൻ പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് പലയിടത്തു നിന്നും പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ അവിടേക്ക് കടന്നു വന്നു. ഇപ്പോൾ പിടികൂടപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങൾ പങ്കുവെച്ച് മുറിച്ചു തിന്നോട്ടെ എന്ന് അവർ പീഠത്തിൽ തലവനായിരിക്കുന്ന ആളോട് അനുവാദം ചോദിച്ചു. ഷമ്മാശൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. വർദ്ധിച്ച ഭയത്തോടെ തന്നെ ഇരയായി കണ്ട് ആർത്തിയോടെ തുറച്ചു നോക്കി നിൽക്കുന്ന ആ ഭീകരരൂപങ്ങൾക്ക് മധ്യത്തിൽ അദ്ദേഹം വിറങ്ങലിച്ചു നിന്നു. നിങ്ങൾ അല്പം ക്ഷമിക്കുവേൻ, ഉടൻ പ്രധാനിയായ ആ ഗോത്രത്തലവൻ പറഞ്ഞു. ഇവനെ കണ്ടിട്ട് ഒരു മര്യാദക്കാരനാണെന്നാണ് തോന്നുന്നത്. ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ യോഗ്യനല്ലെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. നിങ്ങൾ രക്തം കുടിച്ച് പങ്കിട്ടെടുത്തോളൂ. പോയിക്കോളൂ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഇത് കേട്ട് ആ വികൃത രൂപങ്ങൾ വിഷാദത്തോടു കൂടി തിരിച്ചു നടന്നു. ഷമ്മാശൻ ഒരു ദീർഘനിശ്വാസത്തോടെ തല കുനിച്ചു നിന്നു. നിഷ്കളങ്കമായ മുഖഭാവത്തോടെ ഭയം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ഷമ്മാശനെ കണ്ടിട്ട് ഉഗ്രരൂപിയായ ആ മനുഷ്യൻ ഷമ്മാശനെ അടുത്തേക്ക് വിളിച്ചു. ഭയന്ന് വിറച്ചുകൊണ്ട് അദ്ദേഹം അയാളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആ രൂപം വാത്സല്യഭാവത്തോടു കൂടി ചോദിച്ചു, നീ ആരാണ്? എങ്ങനെയാണ് ഞങ്ങളുടെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്? ഇവിടെ എൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാൻ നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇവിടെ സുഖമായി താമസിക്കാം. ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും ഇവിടെ സൗകര്യമുണ്ട്. യാതൊന്നിനും ഈ ഗുഹയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട ആവശ്യം നിനക്കില്ല. ഇനി ഇവിടെ നിന്നും പുറത്തേക്ക് പോകുവാൻ നിനക്കൊരിക്കലും സാധിക്കില്ല. ഇവിടെ വരുന്നവരെ വിട്ടയക്കിയ പതിവില്ല. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചവരൊക്കെ ഒന്നുകിൽ മരണപ്പെടും, അല്ലെങ്കിൽ കൊല്ലപ്പെടും. നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരെ ഇവിടെ നമ്മുടെ നിയമങ്ങളനുസരിച്ച് താമസിപ്പിക്കും. യോഗ്യരല്ലാത്തവരെയും വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരെയും ഇവിടെയുള്ള നരഭോജികൾ ഭക്ഷിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. ഇയാളുടെ പരിധിക്ക് നിന്നില്ലെങ്കിൽ ഉടനെ മരണം തന്നെ തേടി വരും. ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇയാളെ അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ ചിലപ്പോൾ ദൈവകൃപ കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. ഇങ്ങനെ വിചാരിച്ച് ബുദ്ധിമാനായ ഷമ്മാശൻ അയാളോട് താഴ്മയായി പറഞ്ഞു, ഇവിടുത്തെ കൽപ്പനയനുസരിച്ച് താമസിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഒപ്പം തന്നെ ആരെയും ഭക്ഷിക്കാതെയും ഉപദ്രവിക്കാതെയും തന്നെ സംരക്ഷിക്കണമെന്നും ഷമ്മാശൻ അപേക്ഷിച്ചു. താൻ ആരാണെന്നും അവിചാരിതമായിട്ടാണ് ഗുഹാമുഖത്ത് എത്തിച്ചേർന്നതെന്നും തൻ്റെ ദേശം കടമറ്റമാണെന്നും അയാളെ അറിയിച്ചു. ഷമ്മാശൻ്റെ രൂപവും വാക്കും വിനയവും എല്ലാം
ആ സംഘത്തലവന് വളരെയധികം ബോധിച്ചു. അതിനാൽ അയാൾ വളരെയധികം സന്തോഷത്തോടെ ഷമ്മാശനോട് പറഞ്ഞു, നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. നീയൊരു നല്ലവനാണെന്ന്, നമ്മുടെ കൂടെ താമസിക്കാൻ യോഗ്യനാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇന്നു മുതൽ ഞാൻ നിന്നെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് ഇവിടെ താമസിക്കാം. എനിക്ക് മാന്ത്രിക വിദ്യകളും മായാജാലവും ഒക്കെ നന്നായി വശമുണ്ട്. അവയെല്ലാം ഞാൻ നിന്നെയും അഭ്യസിപ്പിക്കാം. പരമ്പരാഗതമായി എനിക്ക് ലഭിച്ച വിദ്യകൾ കൂടാതെ ഞാൻ കൂടുതലായി അറിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളവരിൽ മിക്കവരും എൻ്റെ ജാതിയിൽപ്പെട്ടവരാണ്. നിന്നെപ്പോലെ ഇവിടെ വന്നു ചേർന്ന അന്യജാതിക്കാരും ചിലരുണ്ട്. എല്ലാവരും എൻ്റെ ഭൃത്യന്മാർ തന്നെ. നമ്മുടെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെയാണ്. എങ്കിലും ചിലപ്പോൾ നാട്ടിൻ പുറങ്ങളിൽ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ പല അത്ഭുത കർമ്മകൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നാം ആരാണെന്നും എവിടെയാണ് വാസസ്ഥലമെന്നും ആരെയും അറിയിച്ചിട്ടില്ല. അത് ആരും അറിയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്ന ആരെയും പുറത്തേക്ക് വിട്ടയക്കാത്തത്. നമ്മുടെ ഭൃത്യന്മാരിൽ മനുഷ്യഭോജികളായ ചിലരുണ്ട്. എങ്കിലും ആരും എൻ്റെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കുകയില്ല. നീ ഇവിടെ നമ്മുടെ ശിഷ്യനായി താമസിക്കുന്നത് തീർച്ചപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ മുതൽ നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുക. ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ തൻ്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാ മന്ത്രവിദ്യകളും പഠിപ്പിച്ചു തരാമെന്ന് ആ ഉഗ്രരൂപം ഷമ്മാശനെ വീണ്ടും ഓർമ്മിപ്പിച്ചു. രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ലാതിരുന്നതിനാൽ ഗത്യന്തരമില്ലാതെ അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഷമ്മാശൻ അംഗീകരിച്ചു. വീണ്ടും ചില പരീക്ഷണങ്ങൾക്കും ചോദ്യങ്ങൾക്കും ശേഷം ഗോത്രത്തലവൻ കടമറ്റത്തെ വിശ്രമിക്കാൻ പറഞ്ഞയച്ചു. തൽക്കാലത്തേക്ക് അദ്ദേഹം ബന്ധിക്കപ്പെട്ടു. വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭീകരരൂപികളും ഭയങ്കര മൂർത്തികളുമായ ആ ദുഷ്ടന്മാരുടെ സഹവാസം ശാന്തനായ കടമറ്റത്തിന് ഒട്ടും സന്തോഷം നൽകിയിരുന്നില്ല. എങ്കിലും ഉണ്ണാനും ഉറങ്ങാനും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സംഘത്തലവൻ കടമറ്റത്തെ മാന്ത്രിക വിദ്യകൾ അഭ്യസിപ്പിക്കുവാൻ തുടങ്ങി. സ്തംഭനം, ഗോപ്യം, നിഗൂഢം, തിരസ്കരണി, കൂടുവിട്ട് കൂടിച്ചേരൽ എന്നിവയിൽ തുടങ്ങി ഇന്ദ്രേണദത്തം, ദേവമാരുത, സുവർണസ്ത്വ, യമസ്ത്യലോക, ആഗ്നേയ ശോധിനി, മുഞ്ചാവിദ്വ, ധ്രുവം ധ്രുവേണ, അലക്തജീവ, അയന്തയോനി, ശബത്വഹാൻ, അഹന്തേഭഗ്ന, യമേ പാശ തുടങ്ങി സകല മാന്ത്രിക വിദ്യാ പാഠഭാഗഭേദങ്ങളും പ്രായോഗിക പരിജ്ഞാനത്തോടെ ആ ഉഗ്രപുരുഷൻ കടമറ്റത്തെ പരിശീലിപ്പിച്ചു. ഋതുക്കൾ മാറി വന്നു. പഠനം വർഷങ്ങൾ നീണ്ടുനിന്നു. ഇങ്ങനെ കടമറ്റം ഷമ്മാശൻ ഒരു വ്യാഴവട്ടക്കാലം, അതായത് 12 സംവത്സരങ്ങൾ തികച്ചും ആ ഗുഹയിൽ താമസിച്ചു. അത്രയും കാലം സംഘത്തലവൻ തനിക്കറിയാവുന്ന മുഴുവൻ വിദ്യകളും വിശ്വസ്തനായ ഷമ്മാശനെ വാത്സല്യപൂർവ്വം അഭ്യസിപ്പിച്ചു. ബുദ്ധിമാനായ കടമറ്റം ഷമ്മാശൻ അവയെല്ലാം അക്ഷരം പ്രതി ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഷമ്മാശൻ തൻ്റെ ഗുരുവിനെക്കുറിച്ച് വളരെ ഭക്തിയും അളവില്ലാത്ത ബഹുമാനവും ഉണ്ടായി. അപ്രകാരം തന്നെ ആ ഗുരുവിനും തൻ്റെ ശിഷ്യനെക്കുറിച്ച് ഏറ്റവും സ്നേഹവും പുത്രനോട് എന്ന പോലെ വാത്സല്യവും ഉണ്ടായി. എങ്കിലും ഈ പാതാള ലോകത്തു നിന്നും പുറത്തേക്ക് ചാടണമെന്നുള്ള ചിന്ത കടമറ്റത്തിനും, എല്ലാ വിദ്യകളും പഠിച്ചവസാനിപ്പിച്ച ഇവൻ നമ്മെ പറ്റിച്ച് രക്ഷപ്പെട്ടു പോയേക്കാം എന്നുള്ള ചിന്ത ഗുരുവിനും ഉണ്ടാകാതിരുന്നില്ല. അതിനാൽ അയാൾ കടമറ്റത്തെ സദാ സൂക്ഷിച്ചു കൊള്ളുന്നതിന് കാവൽക്കാരെ പ്രത്യേകം ചട്ടം കെട്ടി. ആ ഭീകരരൂപികളുടെ കാവലിൽ കടമറ്റം കഴിഞ്ഞുകൂടി. രാത്രികാലങ്ങളിൽ അവർ ഓരോരുത്തരായി ഉറക്കമുളച്ച് കാവലിരുന്നു. മാത്രമല്ല, ഇടയ്ക്കിടെ കടമറ്റത്തെ വിളിക്കണമെന്നും
വിളിക്കുമ്പോഴെല്ലാം ഷമ്മാശൻ എപ്പോഴും വിളി കേൾക്കണമെന്നും വ്യവസ്ഥയുണ്ടായി. മടക്കയാത്ര എന്ന കടമറ്റത്തിൻ്റെ സ്വപ്നമായി തന്നെ അവശേഷിച്ചു. പക്ഷേ എന്തെല്ലാം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നാലും അസാമാന്യമായ മാന്ത്രിക വിദ്യ കൊണ്ട് എല്ലാവരെയും മയക്കി രക്ഷപ്പെടാനുള്ള കഴിവ് കടമറ്റം ഇതിനോടകം പരിശീലിച്ചിരുന്നു. എങ്കിലും തൻ്റെ ഗുരുനാഥനെ വഞ്ചിക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അതിനാൽ അദ്ദേഹം ധർമ്മസങ്കടത്തിലായി. ഏതു വിധവും പോകണം എന്നുള്ള വിചാരം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അതിനുള്ള അവസരം ഇല്ലാതെ വന്നതോടുകൂടി അദ്ദേഹം ഉണ്ണാനും ഉറങ്ങാനും താല്പര്യമില്ലാത്തവനായി തീർന്നു. വിഷാദത്തോടെ സദാ മൗനമായി കാണപ്പെട്ടു. ഇത് ശ്രദ്ധിച്ച ഗുരുനാഥൻ അദ്ദേഹത്തെ അടുത്തു വിളിച്ചു. നീ സത്യം പറയണം. നിന്നെ അതിവിഷാദമുള്ളവനായി കാണപ്പെടുന്നു. നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടോ? അദ്ദേഹം സ്വകാര്യമായി ചോദിച്ചു. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും താങ്കൾ അത് അനുവദിക്കില്ലല്ലോ. അനുവാദമില്ലാത്തിടത്തോളം കാലം അത് എനിക്ക് സാധ്യവുമല്ല. അങ്ങേ വിട്ടുപിരിയുന്ന കാര്യത്തിലും എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എങ്കിലും അനാഥനായ എൻ്റെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് പോരുന്നത് വരെ വാത്സല്യപൂർവ്വം രക്ഷിച്ചിരുന്ന ദയാലുവായ ആബോപിതാവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവും എനിക്കുണ്ട്. അങ്ങയെ വിട്ടുപിരിയാനും എനിക്ക് വിഷമമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും എന്നെ വളരെയധികം ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നു. ഇതാണ് സത്യം. ഇനിയെല്ലാം ഗുരുവിൻ്റെ കൽപ്പന പോലെ. ഇത് കേട്ട് ഗുരു അല്പനേരം മൗനിയായിരുന്നു. നീ സത്യം പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. നിന്നെ വിട്ടുപിരിയുന്ന കാര്യം എനിക്കും വളരെയധികം സങ്കടകരമായിട്ടുള്ളതാണ്. നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യവും അങ്ങനെ തന്നെ. ഇവിടെ വരുന്നവരെ വിട്ടയക്കുന്നതിന് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. ഞാൻ മനസ്സാലെ നിന്നെ വിട്ടയച്ചാൽ നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലെന്ന് ഇവിടെയുള്ളവർ വിചാരിക്കും. അതിനാൽ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. എങ്കിലും നിന്റെ ഇഷ്ടം പോലെ ചെയ്യുവാൻ ഞാൻ അനുവാദം നൽകുന്നു. ഒന്നും അറിയാത്ത ഭാവത്തിൽ ഞാൻ ഇരുന്നുകൊള്ളാം. നമ്മുടെ കാവൽക്കാരറിയാതെ പോകാൻ നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക. നിനക്ക് നിന്റെ രക്ഷിതാവിനെ കാണണമെന്ന ആഗ്രഹമുണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് നീ എന്നെയും കാലാന്തരത്തിൽ മറന്നു കളയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവനുള്ള കാലം വരെ ഞാൻ അങ്ങയെ വിസ്മരിക്കുകയോ അങ്ങയെക്കുറിച്ച് എനിക്കുള്ള ഭക്തി ബഹുമാനാദരങ്ങൾക്ക് കുറവ് വരികയോ ചെയ്യുകയില്ല. തൊഴുകയോടെ കണ്ണു നിറച്ച് ഷമ്മാശൻ വാക്കു നൽകി. ഇവിടെ നിന്നും നീ പുറത്തു പോയാൽ എന്നെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ആരോടും യാതൊന്നും പറയുകയില്ലെന്നും സത്യം ചെയ്യണം. ഗുരുവിനോടുള്ള അത്യന്തം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഷമ്മാശൻ സത്യം ചെയ്തു നൽകി. നീ സൂക്ഷിക്കണം. എൻ്റെ കാവൽക്കാർ മോശക്കാരല്ല. അവർ നിന്നെ കണ്ടെത്തിയാൽ ഒരിക്കലും എനിക്ക് നിന്റെ പക്ഷം ചേരുവാൻ സാധിക്കുകയില്ല. പിടിക്കപ്പെടാതെ സൂക്ഷിക്കുക. പിടിക്കപ്പെട്ടാൽ അവർ നിന്നെ ക്രൂരമായി ശിക്ഷിക്കും. അതുകൊണ്ട് ഒരിക്കലും നീ അവർക്ക് പിടികൊടുക്കരുത്. രക്ഷപ്പെട്ടാൽ അവർ നിന്നെ ഉറപ്പായും തേടി കണ്ടുപിടിക്കും. ഗുരു ഷമ്മാശനെ ഓർമ്മിപ്പിച്ചു. കുറച്ചുനേരം ഗുരുവും ശിഷ്യനും മുഖാമുഖം നോക്കി നിന്നു. അതിനുശേഷം ഷമ്മാശൻ ഗുരുവിനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് നടന്നുപോയി. തിരിച്ചു നടന്നു പോകുന്ന അദ്ദേഹത്തെ വാത്സല്യത്തോടെ ഗുരുനാഥൻ നോക്കി നിന്നു. അടച്ചുപൂട്ടിയ കാവലേർപ്പെടുത്തിയ മുറിക്കുള്ളിൽ ഷമ്മാശൻ ഇരുന്നു. കാവൽക്കാരെല്ലാം പുറത്തുണ്ട്. അവരെ വെട്ടിച്ച് പുറത്തു കടക്കുക നിസ്സാരമല്ല. അവർ ശക്തരാണ്. മായാജാലവും മഹേന്ദ്രജാലവും വശമുള്ളവരുമാണ്. മാത്രമല്ല അവർ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പേര് വിളിക്കുകയും മറുപടിയില്ലെങ്കിൽ തന്നെ അന്വേഷിച്ച് കടന്നു വരികയും ചെയ്യും. പിടിക്കപ്പെട്ടാൽ അവർ തന്നെ കഠിനമായി ശിക്ഷിക്കും. തൻ്റെ കഴിവുകളും വിദ്യകളും
പ്രയോഗിക്കുവാൻ സമയമായി എന്ന് ഷമ്മാശൻ തീരുമാനിച്ചു. ഉടൻ പുറത്തുനിന്നും ചങ്ങല ആയുധമാക്കിയ ഒരു കാവൽക്കാരൻ ഉറക്കം വിളിച്ചു. അദ്ദേഹം വിളി കേട്ടു. അതിനുശേഷം തറയിലിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് മുമ്പിൽ കിടന്ന ഉരുളൻ കല്ലുകളിൽ ഒരെണ്ണം കയ്യിലെടുത്ത് എന്തോ മന്ത്രിച്ചുകൊണ്ട് ശക്തമായി കല്ലിലേക്ക് 3 തവണ ഊതി. എന്നിട്ട് താനിരുന്ന സ്ഥലത്ത് ആ കല്ലിനെ സ്ഥാപിച്ചു. കൈകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ ഒരു വിദ്യ അദ്ദേഹം പ്രയോഗിച്ചു. അവിടെയാകെ പുകമഞ്ഞ് വ്യാപിക്കുവാൻ തുടങ്ങി. ഗുഹയ്ക്കുള്ളിലെ തണുപ്പ് കൂടിക്കൂടി വന്നു. കാവൽക്കാരെ ശക്തമായ ഉറക്കം ബാധിക്കുവാൻ തുടങ്ങി. അവർ കണ്ണുകൾ ചിമ്മി തുറന്നു. നിൽക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കുന്നില്ല. കാവൽക്കാർ ഓരോരുത്തരായി ഉറങ്ങി വീഴുവാൻ തുടങ്ങി. വാതിൽ ബന്ധിച്ചിരുന്ന ചങ്ങലക്കെട്ടുകൾ ഓരോന്നായി പൊട്ടിത്തകർന്നു. വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെട്ടു. അദ്ദേഹം പുറത്തേക്ക് കടന്നതും വീണ്ടും പഴയപടി വാതിലുകൾ ബന്ധിക്കപ്പെട്ടു. പുറത്തേക്ക് മെല്ലെ നടക്കുവാൻ തുടങ്ങി. വഴിയിൽ ഭീകരരൂപികളായ കാവൽക്കാർ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. എങ്കിലും അവരുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. അധിക നേരം അവരെ അങ്ങനെ ഉറക്കി കിടത്തുവാൻ സാധിക്കുകയില്ല. എത്രയും വേഗം പുറത്തു കടക്കണം. മാന്ത്രിക വിദ്യകളുടെ സഹായത്തോടെ അദ്ദേഹം വേഗം ഗുഹാമുഖത്തേക്ക് എത്തിച്ചേർന്നു. ഒടുവിൽ താൻ പുറം ലോകത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. 12 വർഷങ്ങളുടെ അന്തരം. വനത്തിൽ നിന്നും തണുത്ത കാറ്റ് അദ്ദേഹത്തെ തഴുകി കടന്നുപോയി. അവിടെ നിന്നും പഴയ ഷമ്മാശൻ്റെ വേഷം ധരിച്ച അദ്ദേഹം വേഗത്തിൽ വനത്തിലേക്ക് കടന്നു. പാതാളലോകം. കാവൽക്കാരിൽ ഒരാൾ ഞെട്ടിയുണർന്നു. അയാൾ പതിയെ ഷമ്മാശനെ ബന്ധിച്ചിരുന്നിടത്തേക്ക് നടന്നു വന്നു. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു ഗന്ധം അവിടെയെല്ലാം വ്യാപിച്ചിരിക്കുന്നു. കണ്ണുകൾ വീണ്ടും മയങ്ങിപ്പോകും. അയാൾ ശക്തമായി കണ്ണുകൾ വലിച്ചു തുറന്നു. ഇരുമ്പഴികളിൽ തൻ്റെ കയ്യിലിരുന്ന ചങ്ങല കൊണ്ട് മുട്ടിക്കൊണ്ട് അയാൾ ഉറക്കം വിളിച്ചു. മുറിക്കുള്ളിൽ നിന്നും ഒരു മൂളൽ കേട്ടു. പക്ഷേ അയാൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ചങ്ങലകൾ അഴിച്ച് ഭീകരരൂപി ഇരുമ്പഴികൾ വലിച്ചു തുറന്നു. ഷമ്മാശനെ ബന്ധിച്ചിടത്തേക്ക് അയാൾ കുതിച്ചെത്തി. അവിടെയെല്ലാം മരിച്ചു പറക്കി പരിശോധിച്ചിട്ടും ഷമ്മാശനെ കാണാൻ കഴിഞ്ഞില്ല. വർദ്ധിച്ച ദേഷ്യത്തോടെ തൻ്റെ കയ്യിലെ ചങ്ങല തറയിൽ ആഞ്ഞടിച്ച് അയാൾ ഉറക്കം വിളിച്ചു. അയാളുടെ പിന്നിൽ നിന്നും ആരോ വിളി കേട്ടു. തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരെയും കണ്ടില്ല. അയാളുടെ അലർച്ച കേട്ട് മറ്റു കാവൽക്കാരും അവിടേക്ക് ഓടിയെത്തി. ചങ്ങല ധരിച്ചവൻ അവരോട് പറഞ്ഞു, അവനെ ഇവിടെങ്ങ് കാണാനില്ല. പക്ഷേ വിളിച്ചപ്പോൾ വിളി കേൾക്കുന്നുണ്ട്. അവരെല്ലാം കൂടി വീണ്ടും അവിടെയെല്ലാം പരിശോധിച്ചു. വീണ്ടും കനത്ത ദേഷ്യത്തോടെ അയാൾ ഒരിക്കൽ കൂടി വിളിച്ചു. അവരെല്ലാം കൂടി അവിടെ അരിച്ചു പറക്കി. എന്നിട്ടും ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ വിളി കേട്ടതാരാണ്? കോപം വർദ്ധിച്ച കാവൽക്കാരൻ ഒരിക്കൽ കൂടി ഷമ്മാശനെ പേര് ചൊല്ലി വിളിച്ചു. വീണ്ടും മറുപടിയായി ശക്തമായൊരു മൂളൽ കേട്ടു. അങ്ങോട്ടേക്ക് അവരെല്ലാവരും തിരിഞ്ഞു നോക്കി. വിളി കേട്ടത് അവിടെയുണ്ടായിരുന്ന ഉരുളൻ കല്ലുകളിൽ ഒരെണ്ണമായിരുന്നു. ഷമ്മാശൻ മന്ത്രവിദ്യ പ്രയോഗിച്ച് 3 തവണ വിളി കേൾക്കുവാൻ പറഞ്ഞേൽപ്പിച്ച അതേ കല്ല്.